പുരുഷ ലൈംഗികതയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ കൂട്ടുന്നത്, അതുപോലെ നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നത്, ഇതൊക്കെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ്. മാത്രമല്ല എല്ലിൻ്റെ ബലം, അതുപോലെ മസിൽസിൻ്റെ വികസനം, RBC പ്രൊഡക്ഷൻ, സ്പേമിൻ്റെ പ്രൊഡക്ഷൻ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിനെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് വരാം, അതിനെക്കുറിച്ചുള്ള 5 നാച്ചുറൽ മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. കാരണം പലതരത്തിലുള്ള ഹെൽത്ത് പരമായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ അളവിനെ എങ്ങനെ കൂട്ടാം എന്നത് പറയുന്നതിന് മുമ്പ് ഇതെങ്ങനെ കുറയുന്നു, നമ്മുടെ ശരീരത്തിൽ ഇത് കുറയുന്ന ഘടകങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് കോൺഷ്യസ് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം അമിതമായിട്ടുള്ള ഭയവും ഉത്കണ്ഠയും. അമിതമായ ഭയവും ഉത്കണ്ഠയും നമ്മുടെ കോർട്ടിസോൾ അളവിനെ കൂട്ടുന്നു, അത് ടെസ്റ്റോസ്റ്ററോൺ അളവിനെ കുറയ്ക്കുന്നു. രണ്ടാമത്തെ കാര്യം നല്ല ഉറക്കമില്ലാത്തത് ഇതിൻ്റെ അളവിനെ കുറയ്ക്കും. അതുപോലെ തന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഈ 2 കാര്യങ്ങളും ടെസ്റ്റോസ്റ്ററോൺ അളവിനെ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിക്കുന്നത്, കൊഴുപ്പ് വർദ്ധിക്കുന്നത്, വ്യായാമം ഇല്ലാതിരിക്കുന്നത്, അതുപോലെ ഷുഗറും കാർബോഹൈഡ്രേറ്റും കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ അളവിനെ സ്വാധീനിക്കുന്നുണ്ട്. അടുത്തതായി ആഹാരമാണ്. ഞാൻ ഈ പറയുന്ന ആഹാരത്തിൽ ഏതെങ്കിലും 3-4 എണ്ണമൊക്കെ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. കാരണം നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ഇതിൻ്റെ പ്രൊഡക്ഷനെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ലെവല് നോർമലി ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് മെഡിറ്റേഷൻ. അപ്പോൾ എല്ലാവരും പല പല ടെൻഷനിലാണ്. കുടുംബപരമായ ടെൻഷൻ, ജോലി സംബന്ധമായ ടെൻഷൻ, പഠിത്തത്തിൻ്റെ ടെൻഷൻ, അതുപോലെ തന്നെ വേറെ വ്യക്തിബന്ധങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ടെൻഷൻ, അങ്ങനെ പല പല ടെൻഷനിലാണ് ഓരോരുത്തരും. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ ഈ മെഡിറ്റേഷൻ, ഒരു 15 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെയേറെ എഫക്റ്റീവാണ്. അപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഈ കോർട്ടിസോളിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കുറയും. കോർട്ടിസോളിൻ്റെ അളവ് കുറയുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ അളവ് കൂടും. കോർട്ടിസോൾ കൂടുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറയും. ഇത് തമ്മിൽ വളരെയേറെ അഭേദ്യമായ ബന്ധമാണുള്ളത് ഈ 2 ഹോർമോണുകൾ തമ്മിൽ. അതുകൊണ്ടാണ് നമുക്ക് ഭയവും ടെൻഷനും ഒക്കെ വരുന്ന സമയത്ത് ഇറക്ഷൻ ശരിയാകാത്തത്. പുരുഷന്മാരോട് ചോദിച്ചറിയാം, അവർക്ക് ഈ ഭയവും ടെൻഷൻ വരുന്ന സമയത്ത് ഇറക്ഷൻ കറക്റ്റ് ആകാത്തതിൻ്റെ കാരണം അതാണ്. കോർട്ടിസോളിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതാണ്. അടുത്തതായി ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെക്സ്വൽ ഫാൻറ്റസി. നമ്മുടെ ഫാൻറ്റസിയിൽ കൂടെ ലിബിഡോ വർദ്ധിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫാൻറ്റസി കാണുക. എപ്പോഴും നമ്മൾ വർക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ പഠനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റു പല ടെൻഷനെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഇതിനോടുള്ള ഒരു ചിന്ത, ശ്രദ്ധ കുറയാൻ കാരണമാകും പല ടെൻഷൻസും. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഫാൻറ്റസികൾ കാണുക, ലൈംഗികപരമായിട്ടുള്ള ഫാൻറ്റസികൾ. അത് കൂടുതലും ടെസ്റ്റോസ്റ്ററോൺ അളവിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അതുപോലെ ഓപ്പോസിറ്റ് സെക്സിനെ കൂടുതൽ ശ്രദ്ധിക്കുക, അവരോട് കൂടുതൽ സംസാരിക്കുക, ഇടപഴകുക. അടുത്തത് വ്യായാമമാണ്. വ്യായാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 4 ഭാഗത്തെ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എക്സർസൈസ് വളരെ പ്രധാനമാണ് ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ. ഈ 4 ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ചെസ്റ്റ്, രണ്ടാമത് ഷോൾഡർ മസിൽസ്, മൂന്നാമത് സ്റ്റൊമക്കിൻ്റെ ഭാഗത്തെ മസിൽസ്, അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ മസിൽസ്. അങ്ങനെ ഈ 4 ഭാഗത്തെ മസിൽസിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമം അല്ലെങ്കിൽ യോഗ. ബോഡി വാമപ്പ് ചെയ്തതിന് ശേഷം വേണം യോഗ എക്സർസൈസ് ചെയ്യാൻ. ഇരുന്നിട്ട് കാലിൻ്റെ പാദം മുമ്പോട്ടും പുറകോട്ടും ആക്കി ഒന്ന് റിലാക്സ് ചെയ്യാം. 2 കാലും ഒരുപോലെ പാദം മുമ്പോട്ടും പുറകോട്ടും ആക്കി റിലാക്സ് ചെയ്തു, സർക്കുലേഷനൊക്കെ കറക്റ്റാക്കി, അതിനുശേഷം ഒരു കാല് മടക്കി നമ്മൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിട്ടുകൊണ്ട് വേണം മൂക്ക് മുട്ടിക്കാൻ. ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക. തല കുനിയുന്ന സമയത്ത് യോഗയിൽ എപ്പോഴും ശ്വാസം പുറത്തേക്കാണ് വിടേണ്ടത്. അതുപോലെ തല ഉയർത്തുന്ന സമയത്ത് ശ്വാസം ഉള്ളിലോട്ടെടുക്കാം. നമ്മുടെ കാല് മുതൽ ഷോൾഡർ വരെയുള്ള എല്ലാ മസിൽസിനെയും ബലപ്പെടുത്തുന്ന ഒരു വ്യായാമമാണിത്. ഈ ഓരോ എക്സർസൈസ് നമ്മൾ 15 പ്രാവശ്യം ചെയ്യണം. ഞാൻ സമയക്കുറവുകൊണ്ട് ഇതിനകത്ത് 1 പ്രാവശ്യമേ കാണിക്കുന്നുള്ളൂ. 15 റൗണ്ട് ഓരോന്നും ചെയ്യുക. ഷോൾഡറിനും ചെസ്റ്റിനും വ്യായാമം കൊടുക്കുന്ന നല്ലൊരു രീതി. ഇത് ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് ബ്രീത്ത് എടുക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും
ആ 2 കൈകളിലും പിന്നെ കാലിലുമാണ് താങ്ങുന്നത്. 2 കൈയും 2 കാലും മാത്രമേ തറയിൽ മുട്ടുന്നുള്ളൂ. ഇത് 15 പ്രാവശ്യം മുമ്പോട്ടും പുറകോട്ടും ചെയ്യാം. ഇത് കാണുമ്പോൾ ഇച്ചിരി നിസ്സാരമായിട്ട് തോന്നുന്നെങ്കിലും നമ്മൾ ഒരു കൈ കൊണ്ട് ഏകദേശം ഒരു 20 കിലോ വെയിറ്റ് എടുക്കുന്നതിന് തുല്യമാണ് ഈ എക്സർസൈസ്. അതിനുശേഷം സ്ട്രെയിറ്റ് ആക്കി നിർത്തുക ബോഡി. കണ്ടോ, ചെസ്റ്റും ഷോൾഡറിൻ്റെ ഭാഗം നന്നായിട്ട് ടൈറ്റായിട്ട് കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു എക്സർസൈസ് ചെയ്യുന്നത്. ഇത് ഞാനൊരു റൗണ്ട് ചെയ്തു. ഇതുപോലെ 15 പ്രാവശ്യം ചെയ്യണം. അതിനുശേഷം ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിട്ട്, ഈ പാദത്തെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് മുന്നോട്ട്, നമ്മുടെ പശ്ചിമോത്താസനത്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വേരിയേഷൻ. അടുത്തതായി നമ്മൾ യോഗയിലെ ധനുരാസനം എന്ന ആസനം ചെയ്യാം. കമിഴ്ന്ന് കിടന്ന് ശ്വാസം എടുത്ത് വിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം 2 കാല് മടക്കി കൈകൊണ്ട് കൈകൾ പുറകോട്ടെടുത്ത് കാലിൻ്റെ പാദത്തെ പിടിച്ച് നന്നായിട്ട് ബെൻഡ് ചെയ്യുക. യു ഷേപ്പിൽ നന്നായിട്ട് ബെൻഡ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് ഭാഗത്തിനാണ് കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുന്നതെന്നൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് എല്ലാ ഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞ 4 ഭാഗത്തെ മസിൽസിനും നല്ല സ്റ്റിമുലേഷനും സ്ട്രെങ്തും കിട്ടുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസം സാധാരണ നോർമൽ രീതിയിൽ എടുത്താൽ മതി. ഇത് നമുക്ക് 15 പ്രാവശ്യം ചെയ്യാം. അടുത്തായി നമുക്ക് യോഗയിലെ പവനമുക്താസനം എന്ന ആസനം ചെയ്യാം. ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്ത് മുട്ടുമടക്കി മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിട്ടുകൊണ്ട് വേണം മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കാൻ. നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു യോഗയാണ്. സ്ത്രീകൾക്കും ചെയ്യാം. പ്രത്യേകിച്ച് യൂറിനറി ബ്ലാഡറിൻ്റെയൊക്കെ പ്രവർത്തനം, അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ, അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ. ഇതും 15 പ്രാവശ്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ഷോൾഡർ മസിൽസിനെയും ചെസ്റ്റ് മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഒരു 10 ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഈ 5 മെത്തേഡുകൾ അതിനകത്ത് ശരിക്കും കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ അളവിനെ കറക്റ്റാക്കി കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.